2026 ഭരണം ഉറപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ മുഖ്യമന്ത്രി ആകുന്ന ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട്. കോൺഗ്രസിൽ വി ഡി സതീശൻ സർവേ നടത്തി, അത് ചർച്ചകളാകുന്നു, വിവാദമാകുന്നു. അപ്പോൾ 63 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുന്ന തരത്തിലൊക്കെ സർവേ നടത്തി എന്നൊക്കെ പറഞ്ഞു വി ഡി സതീശൻ. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? കനകുരുവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയല്ലേ. അപ്പൊ സുധാകരനും സതീശനും എന്താണോ പണി? ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി എവിടെ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം, എന്ത് രാഷ്ട്രീയം പറയണം, ഏത് ആക്ഷേപം ഉന്നയിക്കണം എന്നുള്ളതിന് കോൺട്രാക്ട് കൊടുത്തിട്ട് നടക്കണ നേതാക്കന്മാർ. അതാണ് കോൺഗ്രസ്. ഞങ്ങൾ സർവേ വിലയിരുത്തലും നടത്തും, ഞങ്ങൾ നടത്തുമെന്ന് വേറെ ആരും വഴിയായിട്ടില്ല, ഞങ്ങൾ നടത്തും. പി ജയരാജൻ പറഞ്ഞത് പിണറായി വിജയൻ സർക്കാർ 3ാം വട്ടം അധികാരത്തിലെത്തും, പിണറായി വിജയൻ തന്നെ നയിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ? 3ാം വട്ടം ഒരു സംശയം വേണ്ട കാര്യത്തിൽ. 2019 ഇതുപോലെ തോറ്റതില്ലേ, എന്നിട്ട് ആര് ജയിച്ചു? പിന്നെ ഇന്നിപ്പോ ശരി ലോക്സഭയിലെ തിരിച്ചടി വന്നു, അതിനും കാരണമുണ്ട്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ആ രീതിയിലാണ്. ദേശീയ രംഗത്ത് CPM-ന്റെ ശേഷി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കൊക്കെ കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്നൊരു തോന്നല്. മറിച്ചുള്ള രാഷ്ട്രീയം ബോധ്യപ്പെടുത്താൻ ഞാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പാവങ്ങളോട് ചോദിക്കാൻ പോണത്, അങ്ങനെയിരിക്കണ 1600 രൂപ പെൻഷനില്ലേ 100 രൂപയല്ലേ UDF ചരിത്രത്തിൽ പാവങ്ങൾക്ക് കൊടുത്ത്, ബാക്കി 1500 ഇടതുപക്ഷ സർക്കാരുകൾ കൊടുത്തല്ലേ. ഇത് ആ സർക്കാർ നീ തിരിച്ചു വരണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളും ചോദിക്കും. അതുകൊണ്ട് കനകോലുവിന്റെ കണക്കൊക്കെ അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ. പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നാണോ പറയുന്നത്? 3ാം തവണയും പിണറായി വിജയൻ തന്നെ? എന്ത് സംശയം എനിക്ക്? 3ാം തവണയും LDF സർക്കാർ തന്നെ, പിണറായി തന്നെ നയിക്കും. അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നു. LDF ജയിക്കും, ആര് സംശയം? ഈ കാന്തപുരത്തിന്റെ ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവന ഉണ്ടായിരുന്നു, അതിൽ CPM എതിർത്തപ്പോൾ CPM-ന് എത്ര ഏരിയ സെക്രട്ടറിമാരുണ്ട്? ഞങ്ങള് അതിന്റെ ഒരു പോരായ്മ CPM-ന് ഉണ്ടെന്ന് കരുതുന്നവരാണ്. ബോധപൂർവം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു വ്യത്യാസം. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതും പ്രശ്നമുണ്ടെന്ന് പറയുന്നതും ഒരുപോലെയല്ല. പ്രശ്നമുണ്ട്. ഈ കാന്തപുരത്തിന്റെ പ്രസ്താവനയെ പറ്റി അല്ല, കാന്തപുരത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം അതല്ല. സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. എന്നാലും കാന്തപുരത്തോട് നമുക്കൊരു ബഹുമാനമുണ്ട്. മുസ്ലിം മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പറയാത്തവരാണ്. ജമാഅത്ത് ഇസ്ലാമി പോലെയല്ല. അതുതന്നെ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പോണേ. സ്ത്രീക്ക് തുല്യം വേണം. ഞാനിപ്പോൾ പറഞ്ഞതെന്താ, ഞങ്ങളുടെ പാർട്ടിയിലും ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കും. അത് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പറച്ചിൽ മാത്രമല്ല, ചെയ്യുന്നതിലും. അങ്ങനെ പറഞ്ഞിട്ട് ഇനി ഹെഡ്ലൈൻ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞത് ഈ പ്രശ്നം, ജെൻഡർ പ്രശ്നം ഒരു മതത്തിൽ മാത്രമല്ല, സർവ്വതലങ്ങളിലും ഉണ്ട്. സ്ത്രീക്ക് 2ാം സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ഞങ്ങളിലും അങ്ങനെയുള്ള സ്വാധീനങ്ങളുണ്ട്. അതിനെതിരായിട്ട് ജാഗ്രത പുലർത്തണം, തിരുത്തണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി പറയണത്. ചിലർ തിരുത്താനില്ലെന്നും പറയും. അത് രണ്ടിനും രണ്ടാണ്. പക്ഷെ മതവിധി പറയേണ്ടത് മതപണ്ഡിതരാണ്. മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളാണ് പണ്ഡിതർ പറയുന്നത്. അപ്പൊ മുസ്ലിങ്ങളെല്ലാം അങ്ങനെയല്ലല്ലോ പറയണേ. അപ്പൊ അവർ തമ്മിൽ തർക്കിച്ചോളും. ഞങ്ങൾ മതനിരപേക്ഷ നിലപാടിൽ നിൽക്കുന്നവരാ. സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള സ്ഥാനം എവിടെ നിന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഏതായാലും നല്ലൊരു സന്ദർഭമാണ് നമുക്ക് നിർത്താനായിട്ട്. വരും. എന്താ ആർക്കും നിരോധിച്ചിട്ടുണ്ടോ? ഇപ്പൊ അത്ഭുതകരമായ കാര്യം, കേരളത്തില് ഒരു കാലത്തും ഇല്ലാത്ത വണ്ണം ബ്രാഞ്ച് സെക്രട്ടറിമാർ സ്ത്രീകളായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇല്ല, ഇനിയും വർദ്ധിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ വ്യത്യാസം എന്താ? ഇതിങ്ങനെയല്ല വേണ്ടത്, ഇതിന് മാറ്റം വേണം എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ആ മാറ്റം വന്നിട്ടുണ്ടോ? എല്ലാ മാറ്റവും വന്നിട്ടെന്ന് പറയില്ല, അവകാശപ്പെടില്ല. ഞങ്ങൾ നിരന്തരം സ്വയം പ്രശ്നം നടത്തുന്നതാണ്. ഇത് മാറുന്നില്ല. തുല്യമായിട്ടുള്ള സ്ഥാനം വരണം.
നിലവിലുള്ള ബ്രൂബറി വിഷയം സജീവ ചർച്ചയിലുണ്ട്. അതായത് ആദ്യത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാർ രാഷ്ട്രീയ പ്രമേയം വരുമ്പോൾ നിങ്ങൾ അതല്ല മദ്യവർജനായിരുന്നല്ലോ. KPCC ഇതിനൊക്കെ പരസ്യം കൊടുത്തിട്ടായിരുന്നു നമ്മൾ ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നത്. മദ്യവർജനത്തിന് പരസ്യമൊക്കെ കൊടുത്തിട്ടായിരുന്നല്ലോ ആദ്യം അധികാരത്തിൽ വന്നത്. അതിനുശേഷം വീണ്ടും മദ്യനയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, കൂടുതൽ മദ്യോത്പാദനത്തിലേക്ക് പോകുന്നതാണ് വിമർശനം. മദ്യപഭോഗത്തിന്റെ കണക്കൊക്കെ ഉണ്ടല്ലോ. കേരളത്തിൽ മദ്യപഭോഗം ഇടതുപക്ഷ സർക്കാരിൻ്റെ അടുത്ത് കുറഞ്ഞതായിട്ടല്ലേ മുഴുവൻ കണക്ക്? പിന്നെ എങ്ങനെ മദ്യം കൂടുതൽ കൊടുത്തിട്ടാണെന്ന് പറയുന്നത്? ഒന്ന് ബ്രൂവറി സംസ്ഥാനത്ത് തുറന്നില്ലെങ്കിലും പുറത്തുനിന്ന് മേടിക്കല്ലേ? അത് സംസ്ഥാനത്ത് ഉണ്ടാവില്ല, അത്രയും ജോലി സംസ്ഥാനത്ത് ഉണ്ടാവില്ല ചെയ്യണത്. ഒന്നത്തെ കുഴപ്പമുള്ളത് അത് ശരി, അവിടെ ഉണ്ടാക്കി ഇവിടെ മേടിച്ചു വേണം. അപ്പം മദ്യപാനം കുറയുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്? അപ്പം അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുക അതൊന്നും കുറയും. ആരൊക്കെയാണ് കർണാടകത്തിലെ ഡിസ്റ്റിലറികളുടെ സംഘാതിമാരെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ആരെയാണ് അവർ ഫണ്ട് ചെയ്യുന്നതെന്നും അറിയാം. കേരളത്തിൽ വരുന്ന ഫണ്ട് ഓടുന്നതെന്നൊക്കെ അറിയാം. ഇതൊക്കെ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യം.